എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സെപ്റ്റംബർ മാസം 3, 4, 5 തീയതികൾ ജീവിതത്തിൽ വളരെ വിലപ്പെട്ട ദിവസങ്ങളാണ്. ജീവിതത്തിൽ ഒട്ടനവധി മാറ്റങ്ങളും ഭാഗ്യങ്ങളും കടന്നു വരുന്ന ദിവസങ്ങൾ. ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഇന്നത്തെ വീഡിയോയിലൂടെ ഒന്ന് പങ്കുവെക്കാം. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടി ഓർമ്മിപ്പിക്കുന്നു. എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം. ആദ്യം ഭരണി നക്ഷത്ര ജാതകരെക്കുറിച്ച് തന്നെ പറയേണ്ടതുണ്ട്. ഇവർക്ക് നല്ല കാലത്തിൻ്റെ തുടക്കമാണ്. വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയത്തിന് ഉത്തമ കാലഘട്ടമാണ്. ഉപരിപഠനത്തിന് അഡ്മിഷൻ തേടുന്നവർക്ക് നല്ല കാലം. കുടുംബസൗഖ്യം, ഗൃഹം നന്നാക്കൽ, സ്നേഹബന്ധം ഉറപ്പിക്കൽ, ധനം, ധാന്യം, കീർത്തി എന്നിവ അനുഭവമായിട്ട് ഭവിക്കും. കുടുംബസ്വത്തുക്കൾ ഭാഗം വെച്ച് ഭൂമിയോ ധനമോ വന്നു ചേരും. സാങ്കേതിക വിദ്യാരംഗത്തുള്ളവർക്ക് പുരോഗതി. ഉന്നതമായി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം. ബാങ്കിങ്, ടീച്ചിങ്, നഴ്സിംഗ്, മെഡിക്കൽ, കമ്പ്യൂട്ടർ മേഖലകളിൽ തൊഴിൽ ചെയ്യുന്നവർക്ക് നേട്ടങ്ങൾ എന്നിവ ലഭിക്കും. കലാകാരന്മാർക്കും കൈത്തൊഴിൽ ചെയ്യുന്നവർക്കും സംഗീതജ്ഞർ, എഴുത്തുകാർ എന്നിവർക്കും നല്ല സമയമാണ്. കലാകാരന്മാർക്ക് ചില സാമ്പത്തിക നേട്ടങ്ങളും അംഗീകാരങ്ങളും പ്രശസ്തിയും ലഭിക്കാൻ സാധ്യതയുണ്ട്. വിദേശയാത്രയ്ക്ക് ആഗ്രഹിക്കുന്നവർ വിസ നിയമങ്ങൾ കൃത്യമായി പരിശോധിച്ചുറപ്പിച്ചു പോയാൽ അവിടെ തൊഴിൽ നേട്ടം ഉണ്ടാകും. ദോഷപരിഹാരമായിട്ട് ശാസ്താവിന് നീരാഞ്ജനം, ശിവന് ജലധാര, ദേവിക്ക് കുങ്കുമാർച്ചന എന്നിവ ചെയ്ത് പ്രാർത്ഥിക്കുക. ഈ ദിവസങ്ങളിലെ ഭാഗ്യശാലികളായ മകയിരം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. ഇവരുടെ ഏറ്റവും ഭാഗ്യം വ്യാഴൻ ലഗ്നത്തിൽ ഉദിച്ചു നിൽക്കുന്ന കാലമാണ്. ശാരീരികമായും മാനസികമായും ശത്രുതാപരമായിട്ടും അനുഭവിച്ചു വന്നിരുന്ന ദോഷങ്ങൾക്ക് ഇതുകൊണ്ട് ശമനം ഉണ്ടാകും. വ്യാഴദോഷം മുഖേന ബുദ്ധിമുട്ടിയവർക്ക് അതിനും ഒരു മാറ്റം കണ്ടു തുടങ്ങും. ചെയ്തിരിക്കുന്ന തൊഴിൽ സാമാന്യ പുരോഗതി ഇതിൻ്റെ ഭാഗമായിട്ട് പ്രതീക്ഷിക്കുക. ഒപ്പം സാമ്പത്തിക പുരോഗതിയും. തൊഴിൽ മാറ്റത്തിന് ഈ സമയത്ത് ശ്രമിക്കാതിരിക്കുക, അനുകൂല സമയമല്ല. വിദ്യാർത്ഥികൾക്കും വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്കും അനുകൂല സമയമാണ്. കച്ചവടം, കയറ്റിറക്ക് വ്യാപാരം എന്നിവയിൽ നിന്നെല്ലാം ധനം പ്രതീക്ഷിക്കാം. കർഷകർക്ക് ആദായം ലഭിക്കും. കമ്പ്യൂട്ടർ സ്ഥാപനങ്ങൾ, ചെറുകിട വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, വ്യവസായങ്ങൾ എന്നിവ നടത്തുന്നവർക്കും അനുകൂല സമയമാണ്. ദോഷപരിഹാരമായിട്ട് രക്തപുഷ്പാഞ്ജലി, ശിവന് ജലധാര, ഗണപതിക്ക് അപ്പം, വഴിപാട്, കറുക സമർപ്പണം എന്നിവ നടത്തി പ്രാർത്ഥിക്കണം. ഇനി പുണർദം നക്ഷത്ര ജാതകരെക്കുറിച്ച് ഒന്ന് നോക്കാം. പുണർദം നക്ഷത്ര ജാതകർക്ക് സാമ്പത്തികമായിട്ട് പുതിയ ചില നേട്ടങ്ങൾ വന്നുകൂടാൻ സാധ്യതയുണ്ട്. ബിസിനസ്സിനെ സംബന്ധിച്ചോ ഗൃഹനിർമ്മാണം മൂലമോ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയോ ബാധ്യതകൾ വരുമെങ്കിലും ഇവ തരണം ചെയ്തു പോകാൻ നിഷ്പ്രയാസം സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ പല രോഗങ്ങൾ മൂലം ബുദ്ധിമുട്ടുന്നവർക്കും ഞരമ്പ് രോഗങ്ങളോ താൽക്കാലികമായി അലട്ടിക്കൊണ്ടിരിക്കുന്നവർക്ക് അതിൽ നിന്നൊരു മാറ്റം പ്രതീക്ഷിക്കാം. എൻജിനീയറിംഗ്, മെഡിക്കൽ, കമ്പ്യൂട്ടർ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. പ്രൊഫഷണൽ കോഴ്സുകൾ ചെയ്യുന്നവർക്ക് പ്രതീക്ഷിക്കുന്ന രീതിയിൽ പരീക്ഷാ വിജയങ്ങളും പുതിയതായി പ്രവേശിക്കുന്നവർക്ക് പ്രതീക്ഷിക്കുന്ന കോഴ്സുകൾ ചേരുന്നതിന് അവസരവും ഉണ്ടാകും. നേതൃസ്ഥാനത്തുള്ളവർക്ക് അനുകൂല സമയമാണ്. രോഗികൾക്ക് ആശ്വാസം ഉണ്ടാകും. ദോഷപരിഹാരമായിട്ട് ശിവന് ജലധാര, ചോറ്റാനിക്കര ദർശനം, വിഷ്ണുവിന് പാൽപായസം എന്നിവ നടത്തുക. ഇനി ആയില്യം നക്ഷത്ര ജാതകരെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. വ്യാഴൻ്റെയും സൂര്യൻ്റെയും ഇഷ്ടസ്ഥിതി ഇവർക്ക് ഭൂമി സംബന്ധമായിട്ടുള്ള ലാഭങ്ങളും
ഐശ്വര്യങ്ങളും ഭാഗ്യ അനുഭവങ്ങളും സമ്മാനിക്കും. സഹോദരങ്ങളെ കൊണ്ട് നേട്ടങ്ങൾ, ജോലി സംബന്ധിച്ചിട്ടുള്ള അഭിവൃദ്ധി, വിരോധിച്ചിരുന്നവരുമായിട്ട് സന്ധികളിൽ ഏർപ്പെട്ട് ഒരുമിക്കുകയും ലഭിക്കേണ്ടിയിരുന്ന ആഭരണങ്ങൾ, പണം എന്നിവ ലഭിക്കുകയും ചെയ്യും. സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ കൈവരിക്കുകയും ചെയ്യും. ഗൃഹം നന്നാക്കുന്നതിനോ പുതിയ ഗൃഹം പണിയുന്നതിനോ ഉള്ള അവസരം ഉണ്ടാകും. സന്താനങ്ങൾക്ക് വിവാഹാദി മംഗളകാര്യങ്ങൾ ഉറപ്പിക്കുന്നതിനുള്ള പൂർണ്ണ ദൈവാധീനം കാണുന്നുണ്ട്. അതുപോലെ തന്നെ സന്താനങ്ങളെ ആഗ്രഹിച്ച് അതിനുള്ള ചികിത്സ ചെയ്യുന്നവർക്ക് അനുകൂല ഫലങ്ങൾ 3, 4, 5 തീയതികളിൽ തന്നെ അറിയാനും സാധിക്കുന്നതാണ്. പലവിധ രോഗങ്ങൾ മൂലം ബുദ്ധിമുട്ടുന്നവർക്ക് രോഗത്തിൽ ആശ്വാസം ഉണ്ടാകും. കുടുംബദേവതാ പ്രീതി വരുത്തുന്നത് ഉത്തമമാണ്. ബിസിനസ്സുകാർക്ക് നേട്ടവും പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് അനുകൂല സമയവും ആണ്. കുടുംബ ബന്ധത്തിൽ വിവാഹാദി മംഗളകർമ്മങ്ങൾക്ക് അവസരം ഉണ്ടാകും. കാൽമുട്ട് വേദന അനുഭവിക്കുന്നവർക്ക് ശമനം ലഭിക്കും. ദോഷപരിഹാരമായിട്ട് നാഗരാജാവിന് 100 പാലും നടത്തുക. നാഗർ ക്ഷേത്രങ്ങൾ ദർശനം നടത്തുക. വിഷ്ണു ഭഗവാനെ പ്രീതിപ്പെടുത്തുക. ഇനി ഉത്രം നക്ഷത്ര ജാതകരെക്കുറിച്ച് ഒന്ന് നോക്കാം. ഇവർക്ക് പ്രധാനമായിട്ട് ലഭിക്കുന്നൊരു ഫലം കർമ്മ വിജയമാണ്. കർമ്മ വിജയം കൊണ്ട് ഒട്ടനവധി നേട്ടങ്ങൾ ഇവർക്ക് നേടാൻ സാധിക്കുന്നതാണ്. കുടുംബ സൗഖ്യവും ബന്ധുജന സൗഖ്യവും ഇവർക്ക് പ്രതീക്ഷിക്കാം. ഭൂമിയോഗം, വാഹനയോഗം, തൊഴിൽ പ്രമോഷൻ എന്നിവ അനുകൂല അവസ്ഥയിൽ ഇവർക്ക് ഈ കാലഘട്ടത്തിൽ വന്നു ചേരും. എന്നാൽ പല പ്രശ്നങ്ങളിൽ ഇടപെട്ട് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉടലെടുക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. അതുകൊണ്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. കർമ്മ മേഖലയിൽ പുരോഗതി, ഒപ്പം അംഗീകാരങ്ങളും ലഭിക്കും. വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് തൊഴിൽപരമായ നേട്ടങ്ങൾ അനുഭവിക്കാൻ സാധ്യതയുണ്ട്. ബിസിനസ്സുകാർക്ക് നേതൃഗുണവും പുതിയ സംരംഭങ്ങൾ നടത്തുന്നതിന് അനുകൂല സമയവും ആകുന്നു. കുടുംബ ബന്ധത്തിൽ വിവാഹാദി മംഗളകാര്യങ്ങൾ നേതൃത്വം വഹിക്കുന്നതിനുള്ള അവസരവും ഇവർക്ക് ഉണ്ടാകും. കുഞ്ഞുങ്ങൾക്കും പ്രായമായവർക്കും രോഗശാന്തി അനുഭവപ്പെടും. വിദ്യാർത്ഥികൾക്കും മധ്യവയസ്കർക്കും കാലം അനുകൂലമാണ്. അതുപോലെ തന്നെ ആധുനിക സാങ്കേതിക വിദ്യാഭ്യാസ നേട്ടങ്ങൾ കൈവരിക്കുന്നതിനും ഉപരിപഠനത്തിനും വിദേശവാസം ആഗ്രഹിക്കുന്നവർക്കും വളരെ അനുകൂല സമയമാണ്. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുന്നതിനും ഇവർക്ക് സാഹചര്യങ്ങൾ അനുകൂലമായിട്ട് തന്നെ ഭവിക്കും. ഇവർ ദോഷപരിഹാരമായിട്ട് ശിവപ്രീതി, വിഷ്ണുപ്രീതി എന്നിവ വരുത്തി പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് വിശാഖം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. സെപ്റ്റംബർ മാസം 3, 4, 5 തീയതികൾ ഇവർ ആഗ്രഹിക്കുന്ന പുണ്യസ്ഥല സന്ദർശനം, അതിൻ്റെ പൂർത്തീകരണമാണ് ഈ ദിവസങ്ങളിൽ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് മുൻപ് യാത്രകൾ മാറ്റിവെക്കേണ്ടത് വന്നവർക്ക് കൂടി അത് ഈ സമയത്ത് യാത്രകൾ നടത്താൻ സാധിക്കും. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ പ്രതീക്ഷിക്കുന്നത് പോലെ അവസരങ്ങൾ ഉണ്ടാകും. ഭൂമി സംബന്ധമായും ധനപരമായും നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനോടൊപ്പം ചിലവുകൾ അധികരിക്കുമെങ്കിലും അതിനെ അതിജീവിക്കാനായിട്ട് ഇവർക്ക് സാധിക്കും. കായിക വിനോദങ്ങളിൽ ഏർപ്പെടുന്നവർ വിജയം കൈവരിക്കാൻ സാധിക്കും. പലവിധ തൊഴിലുകൾ ചെയ്യുന്നവർ കടം വാങ്ങി അവ വിപുലപ്പെടുത്തിയാൽ നഷ്ടങ്ങൾ സംഭവിക്കാൻ ഇടയുണ്ട്. തൊഴിലാളികൾ താൽക്കാലികമായി തൊഴിൽ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. വിദേശവാസം ഉദ്ദേശിക്കുന്നവർ ധനപരമായ കാര്യങ്ങളിൽ അതീവ ശ്രദ്ധ വേണം. മക്കൾ കലാകായിക രംഗത്ത് പ്രവർത്തിക്കാൻ ആഗ്രഹം പറഞ്ഞാൽ പ്രോത്സാഹനം കൊടുക്കേണ്ട ഒരു സമയം കൂടിയാണ്. ഈ സമയത്തൊരു പ്രോത്സാഹനം കൊടുത്താൽ മക്കൾ വിജയക്കുതിപ്പ് നടത്തുന്നൊരു സാഹചര്യം കൂടിയാണ്. പ്രൊഫഷണൽ കോഴ്സുകൾ കുട്ടികളുടെ താല്പര്യം അറിഞ്ഞുകൊണ്ട് മാത്രം തിരഞ്ഞെടുക്കുക. വിദ്യാഭ്യാസപരമായിട്ടും അവർ 100% വിജയിക്കുന്ന സമയമാണ്. പ്രായമായവർക്ക് ചികിത്സകൾ ചിലപ്പോൾ മാറ്റിവെക്കേണ്ട ഒരു സാഹചര്യം കൂടി വരുന്നുണ്ട്. അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ നോക്കിയതിന് മാത്രം ചികിത്സകൾ ചെയ്യുക.
തങ്ങളുടെ അവസ്ഥയ്ക്കനുസൃതമായി മാത്രം എല്ലാ കാര്യത്തിലും പ്രവർത്തിക്കാനും ഒന്ന് ശ്രദ്ധിക്കണം. ഇവർ ദോഷപരിഹാരമായിട്ട് ഗണപതി ഹോമം നടത്തി പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക.